ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വിഗ്ഗിയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ്? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടി സംബന്ധിച്ച കാര്യങ്ങളോ വണ്ടിയുടെ റിവ്യൂ വീഡിയോസോ ഒന്നും തന്നെയല്ല. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കാണ് സംഭവം എന്താണെന്ന്. ഇന്ന് നമ്മൾ സ്വിഗ്ഗി സംബന്ധിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ കഴിഞ്ഞ ലാസ്റ്റ് എന്നല്ല, ഞാൻ നേരത്തെ ഇട്ട 2 സ്വിഗ്ഗിയുടെ വീഡിയോ ഇല്ലേ, അതിനകത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിലും അല്ലാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഒക്കെ ആയിട്ട് കുറേ ഡൗട്ടുകൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എങ്ങനെ സ്വിഗ്ഗിക്കകത്ത് ജോയിൻ ചെയ്യാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, എങ്ങനെ സ്വിഗ്ഗിക്കകത്ത് ജോയിൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഞാൻ ചാനലിൽ ഇട്ടപ്പോൾ ഉണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടാൽ മതി, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് വന്നപ്പോൾ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വിഗ്ഗിയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ്, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കോമൺ ആയിട്ട് അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു Q&A എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയ്ക്കകത്ത് തന്നെ പോവാം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ സ്വിഗ്ഗിക്കകത്ത് ഇപ്പോൾ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ പോലെ ആയിരിക്കുന്നു ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വിഗ്ഗിയുടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സൊമാറ്റോയ്ക്കകത്ത് കണ്ടതുപോലെ ജിഗിൻ്റെ ബേസിലാണ് ഇപ്പം നമ്മുടെ നമ്മുടെ സ്വിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓണാക്കുക, നമ്മൾ ഓടുക, അങ്ങനെയുള്ളു. പാർട്ട് ടൈം ഫുൾ ടൈം അങ്ങനെ 2 ഇതായിട്ടായിരുന്നു നേരത്തെ സ്വിഗ്ഗി ഉള്ളത്. എന്നുവെച്ചാൽ പാർട്ട് ടൈം ആകുമ്പോൾ 6 തൊട്ട് 11 മണി വരെ, ഫുൾ ടൈം ആകുമ്പോൾ 11 മണി തൊട്ട് 10 മണി വരെ, ആ ഒരു ടൈം ഇതിലാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ജിഗിൻ്റെ ബേസിൽ ജിഗ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം അറിയാത്തവർക്കായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ സൊമാറ്റോയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഓൾറെഡി നേരത്തെ സ്ലോട്ട് ബുക്ക് ചെയ്യണം. നമ്മൾ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഓടുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതാണ് ജിഗ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിടുക, 1 മണിക്കൂർ എന്തോ ഒരു ജിഗ്. അങ്ങനെ ഇതിനകത്ത് ജിഗ് എന്നല്ല പറയുന്നത്, വേറെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. ഈ വന്നേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ അവരെടുത്ത് മാറ്റിയപ്പോൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ വീക്കിലി ഇൻസെൻറ്റീവ് മൊത്തത്തിൽ എടുത്ത് മാറ്റിയപ്പോൾ ഉണ്ട്, എടുത്താൽ കളഞ്ഞേക്കുമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഉള്ള ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് ടൈം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓർഡറിനനുസരിച്ചുമാണ് നമുക്ക് നേരത്തെ മറ്റേ ഡെയിലി ഇൻസെൻറ്റീവ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഇൻസെൻറ്റീവ് മാറിയിട്ട് നമ്മൾ ജിഗ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും അതനുസരിച്ചാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇൻസെൻറ്റീവ് കിട്ടുന്നത്. എന്നുവെച്ചാൽ ജിഗ് കംപ്ലീറ്റ് ചെയ്ത് എത്ര ഓർഡർ നമ്മൾ എടുത്തപ്പോൾ ഉള്ള ആ ഒരു ബേസിലാണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ നേരത്തെ ഒരു ഓർഡറിന് എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിന് 6 രൂപയായിരുന്നു, 4 രൂപയായിരുന്നു. ഇപ്പം അതിൻ്റെ 50% എന്തോ ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം 2 രൂപയുടെ എക്സ്ട്രാ വരും. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഓർഡറിന് നമുക്ക് കിട്ടുന്ന 6 രൂപയാണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ മിനിമം ഒരു ഓർഡറിന് 20 സംതിങ് എന്തോ കിട്ടുന്നുണ്ട്. പക്ഷേ കിലോമീറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, 1 കിലോമീറ്ററിന് 4 രൂപയായിരുന്നു. ഇപ്പം അതിൻ്റെ 50% കൂട്ടിയെന്ന് പറഞ്ഞു. അതായത് 6 രൂപ, 4ൻ്റെ 50% എന്ന് പറയുമ്പോൾ യെസ് ഗൈസ്, ഇപ്പം 2 രൂപയുടെ കൂടുമ്പോൾ 6 രൂപ. അങ്ങനെയാണ് നമ്മുടെ 1 കിലോമീറ്ററിൻ്റെ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ല വിൻഡ് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സോറി ഗൈസ്, ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യാതെ സംസാരിക്കുന്നത്. ഇത് ഞാൻ ഈ ഷിഫ്റ്റ് എങ്ങനെ നമ്മൾ ബുക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടാണ് ബുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഷിഫ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഷിഫ്റ്റ് ഇതിനകത്തുനിന്ന് വേണം നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ 11 AM ടു 10 PM വരെ ഷിഫ്റ്റ് അവൈലബിൾ ആണ്. 11 AM ടു 10 PM വരെ. പിന്നെ ഉള്ളത് 11 ടു 10, അങ്ങനെ 2 ഷിഫ്റ്റാണ് ഇപ്പം കിടക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷിഫ്റ്റ് ഇതിനകത്തൊന്നും ഇത് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഓടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ ഇനിയും പറഞ്ഞു തരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് മോസ്റ്റ് കോമൺലി വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞ്, അന്നല്ല ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മളിപ്പം ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ലൈസൻസ്, ഇത് 3 കൂടെ നമ്മൾ ഇതിൻ്റെ സ്വിഗ്ഗി ഡെലിവറി പാർട്ണർ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടുന്നത്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് സാറിന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ചെയ്യും.
പിന്നെ ഇതിനകത്ത് എല്ലാവർക്കും വരുന്ന ഡൗട്ടുണ്ട്, ലൈസൻസ് ഫെയിൽഡായി പോകുന്നു, പാൻ കാർഡിൻ്റെ ID ഫെയിൽഡായി പോകുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് ഇല്ലേ, നമ്മൾ ഇമേജ് ബേസിലാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമേജ് ആണെങ്കിൽ ക്ലാരിറ്റി കാണത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഇത് മെയിൻലി ബോട്ടായിട്ട് ഇത് ചെയ്യുന്നതൊക്കെ, അല്ലാതെ മാനുവലായിട്ടുള്ള ആൾക്കാരില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓൺലൈൻ വഴിയുള്ള പ്രൊസീജിയർ ഇതൊക്കെ. അപ്പം അത് ക്ലാരിറ്റി ഇല്ലെന്നാണ് തോന്നുന്നത്, ക്ലാരിറ്റി കാണത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈസൻസും പാൻ കാർഡും ഒക്കെ ഇതായി പോകുന്നത്, ലൈക്ക് എന്താ റിജക്റ്റ് ആയി പോകുന്നത്, ഫെയിൽഡ് ആയി പോകുന്നതൊക്കെ. അപ്പം നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയുള്ള ഫോണിൽ ക്ലാരിറ്റിയോടെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് നോക്ക്, കുഴപ്പമൊന്നും കാണത്തില്ല. എനിക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതാ, പിന്നെ എനിക്ക് മനസ്സിലായത് അത് നമ്മുടെ ഫോട്ടോയുടെ ക്ലാരിറ്റിയുടെ പ്രശ്നമാണ്. അപ്പൊ അത് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് വരാറുള്ള ചോദ്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജോയിനിങ് ബോണസ് എങ്ങനെ നമുക്ക് കിട്ടുന്നതെന്ന്. ഈ ജോയിനിങ് ബോണസ് കിട്ടുന്നതെന്ന് വെച്ചാൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എന്ന് പറയുമ്പം ലൈക്ക് നമ്മൾ ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഇത്ര ദിവസം വർക്ക് ചെയ്യണം, ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ട്. അതാണ് മെയിനായിട്ട് വരുന്ന ഒരു സംഭവം. അത്രേ ഉള്ളു അതിനെപ്പറ്റി ഉള്ളത്. അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ വേറെ ആരെങ്കിലും റെഫറൽ വെച്ചാണോ ഇതിനകത്ത് വന്നേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവർക്കും പൈസ കിട്ടും, നിങ്ങൾക്കും പൈസ കിട്ടും. അതാണ് ഈ സംഭവം. പറഞ്ഞ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് ടൈമിങ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് സ്ഥിരം വരുന്നു. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, സത്യം പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ ഒരു വാലിഡിറ്റി ഇല്ല. എന്നുവെച്ചാൽ ഞാൻ ആൾറെഡി പറഞ്ഞല്ലോ, ഇപ്പോൾ സ്വിഗ്ഗിയുടെയൊക്കെ സിസ്റ്റമൊക്കെ മാറിയിട്ടുണ്ട്, ജിഗ് ബേസ് ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് ടൈമോ ഫുൾ ടൈമോ അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് സൊമാറ്റോയിൽ പോലെ നമ്മൾ വർക്ക് ചെയ്യുക, അങ്ങനെയാണ് സംഭവം. മെയിനായിട്ട് അടുത്ത വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, മെയിനായിട്ട് ഓടുന്ന സ്റ്റുഡൻസ് ആണല്ലോ. എന്നുവെച്ചാൽ ഫ്രീ ടൈമും അങ്ങനെയൊക്കെയുള്ള ടൈമിൽ പാർട്ട് ടൈം ആയിട്ട് മിക്ക ആൾക്കാരും ഓടാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം അവർക്ക് എങ്ങനെ ഇത് ബെനിഫിറ്റ് ആവുന്നത്, അത് അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഏതാണ് നല്ലത്, ഫുൾ ടൈം ഓടുന്നതാണ് പാർട്ട് ടൈം ഓടുന്നതാണ്. എപ്പോഴും ഞാൻ പറയുന്നത് ഫുൾ ടൈം ഓടുന്നത് തന്നെയാണ് നല്ലത്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റാണ്, നിങ്ങൾക്ക് പാർട്ട് ടൈമേ ഓടാൻ പറ്റത്തുള്ളെങ്കിൽ പാർട്ട് ടൈം ഓടിയാൽ മതി, അതാണ് ഏറ്റവും നല്ലത്. പാർട്ട് ടൈം ഓടുന്നതും കുഴപ്പമില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പം പാർട്ട് ടൈമും ഫുൾ ടൈമും തമ്മിലുള്ള ഇതങ്ങ് മാറി വരിക. എന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയുള്ള സംഭവമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ജിഗ്ഗാണ്. അപ്പം നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് പഴയതുപോലെ തന്നെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ഓർഡറിനകത്ത് എത്ര രൂപ കിട്ടുമെന്നുള്ള ഇത് ചോദിക്കുന്നുണ്ട്. മെയിൻലി ഞാൻ ഓടിക്കൊണ്ടിരുന്ന ആ ടൈമിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ ഓരോ ഓർഡറിനകത്ത് 20 രൂപയാണ് കിട്ടുന്നത്. സാധാരണ ഒരു നോർമൽ ഓർഡറിൻ്റെ മാത്രം പൈസ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ ഇല്ലേ, എന്തെങ്കിലും ഫെസ്റ്റിവൽ ദിവസമാണെങ്കിൽ അതിൻ്റെ ഇൻസെൻറ്റീവ് ഉണ്ട്. പിന്നെ മഴയുണ്ടെങ്കിൽ റെയിൻ സർജ് ഉണ്ട്, അങ്ങനെ കുറച്ച് സെർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മദേഴ്സ് ഡേയുടെ അന്ന് ഞാൻ ഓടിയായിരുന്നു. അന്ന് എത്ര ആയിരുന്നു, അന്ന് ഓരോ ഓർഡറിന് 50 രൂപ വെച്ചായിരുന്നു എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ മിനിമം ഓർഡറിന് 20 രൂപ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഓർഡർ എടുക്കുന്നതിന് 50 രൂപ അങ്ങനെ. അപ്പം ഞാൻ അന്ന് വൈകുന്നേരം എന്തോ അന്ന് മഴയുണ്ടായിരുന്നു, അപ്പോൾ 20 രൂപ അങ്ങനെയും കിട്ടി. അങ്ങനെ മൊത്തത്തിൽ ഒരു ഓർഡറിനകത്ത് 70 രൂപ എന്തോ കിട്ടുന്നുണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഓർഡറിൻ്റെ പൈസയുടെ പുറമേ. അപ്പോൾ നിങ്ങൾ പരമാവധി എന്തെങ്കിലും ഫെസ്റ്റിവൽ ദിവസമൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് ഓടുക. അത്യാവശ്യം നല്ല ഫണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ജോയിനിങ് ഫീ ആയിട്ട് എത്ര രൂപ ആവുമെന്നാണ് ചോദിക്കുന്നത്. അത് ഏകദേശം ഒരു 550 രൂപ അത്ര എന്തോന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് നമുക്ക് കിട്ടുന്നത് ബാഗും യൂണിഫോമുമാണ് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. പിന്നെ ഒരു 100 രൂപയോ 150 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ കോട്ട് എന്തോ കിട്ടുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ. അത്യാവശ്യം നല്ലൊരു കോട്ട കേട്ടോ അത്. അത് സ്വിഗ്ഗിയുടെ ഒരു ഇതൊക്കെ ഉണ്ട്, എന്താ പറയുന്നത്, സ്വിഗ്ഗിയുടെ ഒരു പരസ്യമൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കോട്ട കിട്ടുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കോട്ട, നനയത്തൊന്നുമില്ല, അങ്ങനെയൊന്നും കുഴപ്പമില്ല. 100 രൂപയ്ക്ക് അത് വെറുതെ. പക്ഷേ സ്വിഗ്ഗിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പുറത്തൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര ശോകമായിരിക്കും അത്, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്വിഗ്ഗിയുടെ ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ ക്യാമ്പയിൻ ലൈക്ക് എന്താ പറയുന്നത്, എന്തെങ്കിലും ഓഫേഴ്സോ എന്തെങ്കിലും ക്യാമ്പയിനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിനകത്ത് അതിൻ്റെ മെസ്സേജ് വരും.
ഈ ഇടയ്ക്ക് ഒരു ഇത് വന്നായിരുന്നു, എന്ന് വെച്ചാൽ ഒരു ഫോം പോലെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പം ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ 50% അവർ നമുക്ക് ക്യാഷായിട്ട് തരും. അങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹെൽമെറ്റ് ഒക്കെ കൊടുക്കുന്ന ഓരോ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ചെറിയൊരു പൈസ വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതൊക്കെ കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു ചെറിയൊരു വീഡിയോ. എനിക്ക് ചെറിയൊരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണോടെ ഒന്ന് ഞെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്.